ദേവീ ശരണം അമ്മേ കണ്ടേൻ വിഷ്ണു സഹസ്രനാമമഖിലം വായിച്ചറിഞ്ഞേൻ ദൃഢം പണ്ടേ തന്നെ ഇതാദികേശവനുടെ സസോദരീ സത്യമായി എൻ ഗാനങ്ങളിലങ്ങു ചേർത്തുത്തനലമോടാലാപനം ചെയ്കയാലെൻ ചിത്തം കുളിരാർന്നുഹ സുഹൃതി നീ എന്നാറ്റുകാൽ ഈശ്വരീ. ദേവീ ശരണം അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 23-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്രചരിതമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ചണ്ഡാലനും വിശ്വാമിത്രനും ഹരിശ്ചന്ദ്രനും തമ്മിൽ നടക്കുന്നതായിട്ടുള്ള സംവാദ ഭാഗങ്ങളാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. വിശ്വാമിത്രൻ ക്രോധത്തോടുകൂടി പറഞ്ഞ വാക്കുകളെ കേട്ട ഹരിശ്ചന്ദ്രൻ ഭയപ്പെട്ടുകൊണ്ട് വിശ്വാമിത്രൻ്റെ കാൽക്കൽ വീണ് യാചിക്കണു. ഞാൻ അവിടുത്തെ ദാസനാണ്, ദീനനും മാർത്തനും. അതുകൊണ്ട് ഹേ ഋഷി, അങ്ങ് എന്നിൽ പ്രസാദിക്കണം. ചണ്ഡാലൻ്റെ ദാസനാകുക എന്നുള്ളത് സൂര്യവംശത്തിൽ ക്ഷത്രിയനായി ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ബാക്കി ജനത്തിന് അവശനായ ഞാൻ അങ്ങയുടെ മനസ്സറിഞ്ഞ് ഇഷ്ടാനുസൃതം പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസനായി ഇരുന്നു കൊള്ളാം എന്ന് വിശ്വാമിത്രൻ്റെ കാലിൽ വീണ് നമസ്കരിക്കണം. തൻ്റെ കാലിൽ വീണ് നമസ്കരിച്ച ഹരിശ്ചന്ദ്രനോട് വിശ്വാമിത്രൻ പറയണോ, എന്നാൽ അങ്ങനെ ആവട്ടെ, എൻ്റെ ഭൃത്യനായിട്ടിരുന്നോളൂ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് ഇരിക്കണം. ഇപ്രകാരം വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ഹരിശ്ചന്ദ്രന് സന്തോഷമായി. ഒരു പുനർജന്മം കിട്ടിയതുപോലെ ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനോട് പറഞ്ഞു, അങ്ങയുടെ നിർദ്ദേശം ഞാൻ എല്ലായ്പ്പോഴും അനുസരിച്ചു കൊള്ളാം, അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വാമിത്രൻ തിരിഞ്ഞ് ആ ചണ്ഡാലനോടാണ് പറയണത്. ഹേ ചണ്ഡാള, വരൂ, എൻ്റെ ഭൃത്യന് നീ എന്ത് വില തരും? ഈ ദാസനെ നീ വില തന്നെടുത്തോളൂ. ഞാൻ ഇവനെ ഇതാ നിനക്ക് തന്നിരിക്കണു. എനിക്കൊരു ദാസൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ടത് ഇപ്പോൾ ധനമാണ്. ഇപ്രകാരം വിശ്വാമിത്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ചണ്ഡാളൻ സന്തുഷ്ടനായി. അവൻ വിശ്വാമിത്രനോട് പറഞ്ഞു, പ്രയാഗയുടെ തീരപ്രദേശത്ത് 10 യോജന വിസ്താരത്തിൽ രത്നം നിരത്തിയ ഭൂമി ഞാൻ അങ്ങയ്ക്ക് നൽകാം. എന്നതാ ആ ഭൂമിയെ വിശ്വാമിത്രന് ഹരിശ്ചന്ദ്രനെ ദാസനായി കിട്ടാനായിക്കൊണ്ട് ഈ ചണ്ഡാളൻ കൊടുക്കുകയാണ്. പിന്നെ സ്വർണം, മുത്ത്, മണി എന്നിവയോടുകൂടി ആയിരക്കണക്കിന് രത്നങ്ങൾ ചണ്ഡാളൻ നൽകിയത് ആ വിശ്വാമിത്രൻ സ്വീകരിച്ചു. രാജാവായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ അപ്പോൾ നിർവികാരനായിട്ട് അവിടെ നിന്നു. വിശ്വാമിത്രനാണ് തൻ്റെ ഉടമസ്ഥൻ എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അദ്ദേഹം എന്താണോ ചെയ്യിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നും തീരുമാനിച്ചു.
അപ്പോഴാണത്രേ അന്തരീക്ഷത്തിൽ നിന്ന് അശരീരി വാക്കുണ്ടായി നാം പറയണത്. ഹേ ഹരിശ്ചന്ദ്ര, അങ്ങിപ്പോൾ കടം വീട്ടിയവനാണ്, ദക്ഷിണ അങ്ങ് നൽകിക്കഴിഞ്ഞിരിക്കണു എന്നെല്ലാം പറഞ്ഞ് ദേവന്മാരുടെ അശരീരിയുണ്ടായി ആകാശത്ത് നിന്ന് ഹരിശ്ചന്ദ്രനെ അവരെല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നു. ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും സാധു സാധു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തി. സന്തുഷ്ടനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനോട് പറയണു, അങ്ങാണ് എൻ്റെ അച്ഛനും അമ്മയും ബന്ധുവും എല്ലാം, അങ്ങാണ് എന്നെ ഈ കടത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങയുടെ വാക്ക് എനിക്ക് ശ്രേയസ്കരമായിട്ടേ ഭവിക്കൂ എന്ന് പറഞ്ഞ വിശ്വാമിത്രൻ പറഞ്ഞു ഹരിശ്ചന്ദ്രനോട്, ഹേ രാജൻ, ഈ ചണ്ടാളൻ പറയുന്നതാണ് അങ്ങ് ഇപ്പോൾ മുതൽ അനുസരിക്കേണ്ടത്. അങ്ങയ്ക്ക് മംഗളമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഹരിശ്ചന്ദ്രനെ ചണ്ടാളന് നൽകിക്കൊണ്ട് അവനിൽ നിന്നും കിട്ടിയ ധനാദികളെയും ഭൂമിയെയും സ്വീകരിച്ചുകൊണ്ട് വിശ്വാമിത്രൻ അവിടെ നിന്ന് പ്രസ്ഥാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 23-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ദീർഘമായിട്ട് ദേവീഭാഗവതത്തിൽ പറയുന്നതായിട്ടുള്ള ഹരിശ്ചന്ദ്ര ചരിതം തുടർന്നു കൊണ്ടുപോകുന്നു. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. മഹാദേവ്യൈ നമഃ.